അങ്ങനെ ആദർശിൻ്റെ സംസാരത്തിൽ നിന്ന് ദേവയാനിക്ക് നാനിയാണോ കരൾ തന്നത് എന്ന സംശയം മനസ്സിൽ വരികയാണ് കേട്ടോ. ഈ സംശയം ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ദേവയാനി ഡോക്ടറെ തേടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുന്നേ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നായനയാണോ കരൾ തന്നത് ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല. ഈ സമയത്താണ് ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ താൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല, കഴിഞ്ഞു പോയ ചില സംഭവങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു. എന്തിനാ നീ വെറുതെ അതൊക്കെ ആലോചിക്കുന്നത്? അതൊക്കെ ആലോചിച്ച് ഇനി സങ്കടപ്പെടരുത് കേട്ടോ. ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാതെ സംഭവങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ അത്രയ്ക്ക് അബദ്ധമായിരുന്നു അല്ലേ എൻ്റെ അവസ്ഥ? അബദ്ധമായിരുന്നു എന്നല്ല, കുറേ ദുഃഖത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഇനി അതൊന്നും ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കരുത്. ഏട്ടാ, കൃത്യസമയത്ത് ആ പെൺകുട്ടി എന്നെ രക്ഷിക്കാൻ തയ്യാറായതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ജീവനോടെ നിൽക്കുന്നത്. എങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ദേവയാനി, അങ്ങനെ ഒരു പെൺകുട്ടി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടില്ലേ? കുട്ടി ഇത്രയൊക്കെ ത്യാഗം ചെയ്യാൻ ഞാൻ ആ കുട്ടിയുടെ ആരാ? ഒരു രൂപ പോലും വാങ്ങാതെ, എന്നെ ഒന്ന് വന്ന് കാണുക പോലും ചെയ്യാതെ എനിക്ക് കരൾ തന്നത്. അത്ര വലിയ ത്യാഗം ചെയ്യാൻ മാത്രം ആ കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബന്ധവും ആ കുട്ടിയും നമ്മളും തമ്മില്ല. പിന്നെ എന്തിൻ്റെ പേരില്ല ആ കുട്ടി എന്നെ സഹായിച്ചത്? എന്തോ ജയേട്ടാ, നിങ്ങളെല്ലാവരും കൂടി എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ദേവയാനി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് മനസ്സ് വേദനിപ്പിക്കരുതെന്ന്. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളെല്ലാവരോടും ഞാനൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ആ കുട്ടി എനിക്കൊന്ന് കാണണം ജയേട്ടാ. നേരിൽ കണ്ടില്ലെങ്കിലും മറിഞ്ഞു നിന്നെങ്കിലും കാണണം. അതിന് നിങ്ങൾ ആരെങ്കിലും എന്നെ സമ്മതിച്ചോ? അത് എൻ്റെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എന്നിട്ടും അതാരും എനിക്ക് ചെയ്തു തരുന്നില്ലല്ലോ. ദേവയാനി, ഞാൻ പറഞ്ഞല്ലോ, നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് കരകയറട്ടെ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോയിട്ട് ആ കുട്ടിയെ കാണാം. ചേട്ടാ, ഇപ്പം എനിക്ക് എന്താ കുഴപ്പം? ഇവിടുന്ന് അധിക ദൂരമൊന്നുമില്ലല്ലോ ആ കുട്ടിയുടെ വീട്ടിലേക്ക്. ആ കാറിൽ ഒന്ന് പോയി കണ്ടിട്ട് വരുന്നതിൽ എന്താ തെറ്റ്? ജയൻ വിഷയം മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. ദേവയാനി, സമയം എത്രയായില്ലേ? നീ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണത്തിന് ശേഷം നിനക്ക് ഗുളിക കുടിക്കാനില്ലേ? ജയേട്ടാ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം മരുന്ന് കഴിക്കുന്നുണ്ട്. ജയേട്ടൻ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് അതിന് മറുപടി പറയാനൊന്നുമില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് അതിനൊന്നും മറുപടി പറയാനില്ല. ഇത്രയും നേരം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അസുഖമൊക്കെ മാറിയിട്ട് ഞാൻ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ? നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമാകുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട എന്നും പറഞ്ഞ് ജയൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടോ കേട്ടോ. പിന്നീട് ജയൻ പോയതിനു ശേഷം ദേവയാനിയുടെ മനസ്സിൽ എനിക്ക് ആരായിരിക്കും കരൾ തന്നത് എന്ന ചോദ്യം മനസ്സിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയാണ് കേട്ടോ. മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അതെ, നമ്മൾ നനമോള് എപ്പോഴാണ് ഇങ്ങോട്ട് വരിക? ഇതിലൂടെ വസുന്ധരെ, നമ്മളവരുടെ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ. അതുകൊണ്ട് നമുക്ക് സ്വന്തം മക്കളുടെ സ്ഥാനത്ത് നിന്ന് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. ദേവയാനിയുടെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന് വിശ്വസിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ വിശ്വസിച്ചത്, എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന്. ഇതുവരെ ഒരത്ഭുതവും സംഭവിച്ചില്ല. ഈ സമയത്ത് ജയൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ഛാ, ജയ, നിന്നെ ഞാൻ കാണാനിരിക്കുകയായിരുന്നു. കുറച്ച് വഴിപാട് നടത്താനുണ്ട്, അത് എത്രയും പെട്ടെന്ന് കഴിക്കണം. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ദേവയാനിയുടെയും നായനമോളുടെയും പേരിലാണ് കഴിക്കേണ്ടത്. എന്തായാലും നാളെ രാവിലെ ഞങ്ങൾ പോകുന്നുണ്ട്. നീയും ആദർശും കൂടെ വേണം. അനിയേയും കൂട്ടിക്കോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ജയനോട്, ജയ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുണ്ട്. നമ്മുടെ ദേവയാനിയുടെ കാര്യം തന്നെയാ. ഒന്നും പറയണ്ട അച്ഛാ. ഏത് സമയവും തനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ തേടി നടക്കുകയാണ് ദേവയാനി. അതിതുവരെ വിട്ടില്ലേ? ഇല്ല അച്ഛാ. എന്തായാലും സ്വന്തം ജീവൻ രക്ഷിച്ച ആളല്ലേ, ആർക്കാലും ആഗ്രഹം ഉണ്ടാവില്ലേ കാണണമെന്ന്? അതെ, പക്ഷെ എങ്ങനെയാ നമ്മൾ നാനമോളെ കാണിച്ചു കൊടുക്കുക? അപ്പോൾ നാനമോളെ കണ്ടു കഴിഞ്ഞാൽ ദേവയാനി എങ്ങനെയാന്ന് പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ദേവയാനിക്ക് നാനമോളോട് അമിതമായ വെറുപ്പ് കൊണ്ട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തോടെ തന്നെ വെറുപ്പ് തോന്നുമെന്നാ എൻ്റെ പേടി. എന്തെങ്കിലും ഒരു മാറ്റം ദേവയാനിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകണമെന്നാ എൻ്റെ പ്രാർത്ഥന. തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.